എപ്പോഴെങ്കിലും നമ്മൾ സ്വന്തം വീട്ടിൽ കയറി ചെന്നിട്ട് ഭയങ്കര ഒരു ടയേർഡ്നെസ് ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഹെവിനെസ്, ഇമോഷണലി ഒരു ഡൗൺ ആയിട്ടുള്ളൊരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? നമ്മൾ പെട്ടെന്ന് പോയി വീട് കുറച്ച് വൃത്തിയാക്കും, കുറച്ച് കുറച്ച് ക്ലീനൊക്കെ ചെയ്ത്, പക്ഷേ എന്നിട്ട് നമുക്കൊരു ആ ഒരു എനർജി കിട്ടാത്തൊരു ഫീലിംഗ്. ശരിക്കും നമ്മുടെ വീട് ഒരു ബിൽഡിംഗ് മാത്രമല്ല, അതൊരു പവർ ഹൗസാണ്. ഈ പവർ ഹൗസിലെ സോഴ്സ്, ബാറ്ററി ആരാണ്? നമ്മളാണ് നമ്മുടെ വീട്ടിലെ ബാറ്ററി. അപ്പോൾ ഈ പവർ ലീക്കായി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട്ടിലെ പവർ, അതായത് വീട്ടിലെ എനർജി ഡ്രെയിനായി തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു സ്ഥലത്തെത്തിയാലും അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വീട്ടിലെത്തിയാലും ആ ഒരു എനർജി നമുക്ക് കാണാത്തത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇത്രയും ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാൻ മറക്കില്ല അല്ലേ? പക്ഷെ നമ്മൾ നമ്മുടെ ബാറ്ററി തന്നെ ചാർജ് ചെയ്യില്ല, അത് റീചാർജ് പോലും ചെയ്യാൻ മറക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മളെല്ലാം ഫർണിച്ചേഴ്സൊക്കെ പൊടി തട്ടും. ഒരുപാട് ദിവസമായി കഴിഞ്ഞാൽ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യും. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ്, ആ നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ എപ്പോഴെങ്കിലും നമ്മൾ പൊടി തട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഭയങ്കര ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിക്കും. ഫാൻസി ലൈറ്റൊക്കെ വാങ്ങിച്ച് വീട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ശരിക്കും നമ്മുടെ ബോഡിയിലുള്ള ലൈറ്റ്, നമ്മുടെ മൈൻഡിലുള്ള ലൈറ്റ് നമ്മൾ ഒരിക്കലും അത് അക്നോളജ് ചെയ്യുന്നില്ല. അത് കത്തുന്നുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. വേദങ്ങൾ എഴുതിയിട്ടുണ്ട്, എവ്രിതിങ് ഈസ് എനർജി. നമ്മളിപ്പം കാണുന്ന എല്ലാം ഒരു എനർജിയാണ്. ഇന്റീരിയർ ഡിസൈനേഴ്സൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്യാനും അതൊക്കെ പറഞ്ഞു തരുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഈ ഋഷിമുനിമാർ ഒരു വീട്, ഒരു സ്ഥലത്തിന് എങ്ങനെ എനർജൈസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. ഒന്നും ഇരുന്ന് പഠിപ്പിച്ചു തരാത്തൊരു കാര്യമാണ് വേദങ്ങളിൽ പറയുന്ന ഏറ്റവും മെയിനായിട്ടുള്ള പ്രിൻസിപ്പിളാണ് സ്ഥലശുദ്ധി. അതായത് നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥലം ഒന്ന് അടിച്ചുവാരി മോപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ശരിക്കും ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വിഷമങ്ങൾ, ആങ്കർ, ഇതൊക്കെ ശരിക്കും ഒരു ഫോട്ടോയിലൊന്നും കാണില്ല. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫീലിങ്സ് ഒന്നും കാണില്ല. പക്ഷേ കാണാത്ത കുറേ ഫീലിങ്സ് ഉണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്യണം. അതാണ് ശരിക്കും സ്ഥലശുദ്ധി. ചെയ്യാനുള്ള ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. ആദ്യത്തെ കാര്യമാണ് അഗ്നികാര്യ. അതായത് ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു ദിയ കത്തിച്ച് വയ്ക്കുക. ഒരു വിളക്ക് കത്തിക്കുമ്പം ഇറ്റ് ഹാസ് ദ പവർ ടു അബ്സോർബ് നെഗറ്റീവ് എനർജി. അതായത് നമ്മുടെ സറൗണ്ടിങ് അപ്പം പ്യുവർ ആവും, ഓൺലി പോസിറ്റീവ് എനർജി ആയിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഒരു ധൂപ്പ് ഇല്ലെങ്കിൽ ഒരു സാമ്പ്രാണി കത്തിച്ച് വെക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ സാമ്പ്രാണിയും ഈ ഹേർബ്സ് ഒക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എയർ പ്യൂരിഫിക്കേഷൻ മാത്രമല്ല നടക്കുന്നത്, ആ ഒരു എൻവയൺമെൻറ്റിലെ എനർജി തന്നെ മാറും, എനർജി തന്നെ പോസിറ്റീവായി മാറും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഒരു സൗണ്ട് എനർജി. അതായത് നമ്മളിപ്പം വിളക്കൊളുത്തി അഗർബത്തി കത്തിച്ചു, നാമം ചെല്ലൽ. അപ്പം നാമം ചെല്ലുന്നതിൻ്റെ നമ്മൾ ഇരുന്ന് വലിയ മന്ത്രങ്ങൾ ചെല്ലുന്നത് അല്ല. ഇപ്പം എന്തെങ്കിലും ഒരു സൗണ്ട്, ഇപ്പം ചില ആൾക്കാർ മണി കൊട്ടി പൂജ ചെയ്യും, ചില ആൾക്കാർ ഓം 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 എന്ന് പറയും, ചില ആൾക്കാർ കൈ കൊട്ടും അല്ലെ, പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പാത്രം കൊട്ടും. സോ അത് ചെയ്യുന്നതിൻ്റെ റീസൺ ഈസ് ബിക്കോസ് അത് ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് സൗണ്ട് വരുമ്പം, സൗണ്ട് വേവ്സ് വരുമ്പം അറ്റ്മോസ്ഫിയറിന് ഇങ്ങനെ വൈബ്രേഷൻസ് വരും. അപ്പം ആ സറൗണ്ടിങ്സിൻ്റെ എനർജി അഗൈൻ അത് മാറും. ഇപ്പം ഒരു മൂവ്മെൻറ്റും ഇല്ലാത്ത സമയത്ത് ഒരു പെട്ടെന്നൊരു വേവ് വരുവാണെങ്കിലോ, ചേഞ്ച് അല്ലേ, പെട്ടെന്ന് വരുന്നൊരു ചേഞ്ച്. അപ്പം എവ്രി ചേഞ്ച് ഇസ് ഗുഡ്. ഇപ്പം സയൻസ് പറയുന്നുണ്ട് ഈവൻ വെള്ളത്തിന് പോലും മെമ്മറി ഉണ്ടെന്ന്. വേദങ്ങളിൽ 5000 വർഷം മുന്നേ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഒരു വീട്ടിൽ ഒരു കലശത്തിൽ കുറച്ച് വെള്ളം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് അതിൽ കുറച്ച് തുളസി ഇലയും ഇല്ലെങ്കിൽ കുറച്ച് മാംഗോ ലീവ്സും വെക്കുക. അത് ഈശാൻ കോൺ, വീട്ടിലെ ഈശാന്യ കോണാണെന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല കോണാണ്, നല്ലൊരു കോർണർ ആണെന്നാണ് പറയുന്നത്. ഇതൊരു ശരിക്കും ഒരു സൂപ്പർസ്റ്റിഷൻ അല്ല അല്ലേ? ഇപ്പം
സയൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അതൊരു സൂപ്പർസ്റ്റിഷൻ മാത്രമല്ല, അതിനൊരു എവിഡൻസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഒരു പുഷ് കിട്ടും അല്ലേ. ഇന്ന് നിങ്ങൾ വിളക്കൊളുത്തുന്ന സമയത്ത്, അഗർബത്തി കത്തിക്കുന്ന സമയത്ത്, നാമം ചെല്ലുന്ന സമയത്ത് ഇതൊന്ന് ആലോചിക്കുക. ഇത് നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യുന്നതല്ല, നമ്മൾ നമ്മുടെ വീട്ടിലെ ആ ഒരു എനർജിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് എപ്പോഴും ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു ഹാപ്പിനെസ് തരും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.